എന്നുള്ള വിഷയം എനിക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടത്തില്ല. ഓക്കെ, ആർ യു റെഡി? ഇത്രയും ഫോളോ ചെയ്യുന്നുണ്ടോ? അനിത സിസ്റ്ററെ, ഞാൻ പറയും ഇത്രയും കാര്യം ഫോളോ ചെയ്യുന്നുണ്ടോ? ഇനി ദൈവം, നമ്മുടെ പിതാവായ ദൈവം ജ്ഞാനത്താൽ തന്റെ ആകാശത്ത് ഉറപ്പിച്ചു. തന്റെ ജ്ഞാനം കൊണ്ടാണ് അവൻ ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നത്. ശൂന്യതയുടെ മേൽ ഇതിനെ മുഴുവൻ തൂക്കിയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം എന്തുവാ? ആ ദൈവത്തിന്റെ ജ്ഞാനം, അവന്റെ അറിവ്, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും ഗ്രഹിപ്പിച്ചു കൊടുത്തവനാർ. അപ്പൊ നമ്മുടെ ദൈവം ആരാ? ഫുൾ ഓഫ് വിസ്ഡമാ. ദൈവം മുഴുവൻ ആരാണ്? ദൈവം മുഴുവൻ വിസ്ഡമാ. എല്ലാ തികഞ്ഞവരും എവിടുന്ന് വരുന്നു? ജ്ഞാനം ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നതാണ് അല്ലേ? അപ്പൊ ദൈവം ജ്ഞാനാത്മപൂർണനാണ്. ഇനി ഞാൻ പറയാൻ പോണേ, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവരാണ്, നിങ്ങൾ എല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ്സാണ്. നിങ്ങളുടെ മക്കൾ 10 തോറ്റിട്ട് തെണ്ടി നടക്കുമ്പോൾ സന്തോഷമുള്ള ആരെങ്കിലും ഇട്ടിരിപ്പുണ്ടോ? 10ാം ക്ലാസ്സിൽ പോലും ജയിക്കാൻ GCSE പാസ്സാകാൻ നിങ്ങളുടെ കുഞ്ഞിന് കഴിയുന്നില്ല. സന്തോഷമുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നത്? നിങ്ങളെക്കാൾ ജ്ഞാനിയാകണമെന്ന് ആഗ്രഹിക്കുന്നല്ലേ? ഇല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എത്രയെങ്കിലും ആകണം, നിങ്ങളുടെ അത്രയെങ്കിലും ജ്ഞാനിയാകണം അല്ലേ? ആമേ റൈറ്റ്? എത്രയോ ഗ്രാജുവേറ്റ്സ് ആയ പേരൻസ് എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടോ എൻ്റെ അവന് ഡിഗ്രി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അവളുടെ ഡിഗ്രി വരെയെങ്കിലും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന്. ആരെ ഫോളോ ചെയ്യുന്നു? ഇനി ഞാൻ വളരെ ഗൗരവമായ, ഇത്ര നിങ്ങൾ പഠിച്ചെങ്കിൽ ഇനി ഞാൻ പറഞ്ഞതാണ്, വളരെ ഗൗരവമായ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പോകാം. നമുക്ക് എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരാം. ഇത് ഒരു പ്രാവശ്യം മുമ്പൊരിക്കൽ ഓടിച്ച് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലായിരുന്നുകൊണ്ട് ഞാൻ പറയാതെ വിട്ടു. എഫെസ്യ ലേഖനം 3-ാം അധ്യായം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം മലയാളത്തിൽ എടുത്തു വെക്കണം, കാരണം എനിക്ക് ചിലപ്പോൾ മലയാളത്തിൽ അതിൻ്റെ വായനയുടെ ആവശ്യം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ യാതൊരു കാരണവശാലും വായിക്കുന്ന ഒരുത്തരും അവൻ്റെ ഈ ജന്മം മനസ്സിലാകാത്ത രീതിയിലാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തോ മലയാളമെന്ന് എനിക്കൊരു പിടിയില്ല. ഓക്കെ, ലെറ്റ്സ് കം ടു. ഞാൻ എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് എന്ന് വായിച്ചെന്ന് പറഞ്ഞില്ല കേട്ടോ. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഇംഗ്ലീഷ് ബൈബിളല്ലേ അനുസരിച്ചിരിക്കുന്നത്? ഏത് വേർഷനാണ്? കിങ് ജെയിംസ് അല്ല. മറ്റേ സിസ്റ്റർ, ഹലോ ബ്രദറിൻ്റെ ഏതായിരിക്കുന്നത്? എന്താ? NIV. ആ NIV ഒന്ന് ഉറക്കം വായിച്ചേ. 3:9 മുതൽ 3:9. And to make plain to everyone the administration of this mystery. Come on, ശ്രദ്ധിച്ചോണേ. ദൈവത്തിന്റെ മനസ്സിൽ വലിയൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു, നിഗൂഢത, മിസ്റ്റീരിയസ് നോളജ്, വിസ്ഡം. അത് സകല മനുഷ്യർക്കും വെളിവാക്കി കൊടുക്കണം. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെ, പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷയെ. ബാക്കി which for ages past was kept hidden in God. ഓ നോക്കിയേ, കഴിഞ്ഞ കാലങ്ങൾ മുഴുവനും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഹിഡൻ, മറഞ്ഞിരുന്ന ഒരു നിഗൂഢത കേട്ടോ. അത് വരും കാലങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ബാക്കി വായിക്കാം. In God who created all things. His intent was that now through the church the manifold wisdom. His intent was, ദൈവത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കേട്ടോ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ മാനിഫോൾഡ് വിസ്ഡം. ഒരു കാര്യത്തിൽ മാത്രമല്ല, അനേക കാര്യങ്ങളിലും ദൈവത്തിന്റെ ജ്ഞാനം ആർക്ക് കാണിച്ചു കൊടുക്കണം? Powers and principalities in heavenly realms. കേട്ടോ, heavenly realmsലുള്ള അല്ലെങ്കിൽ സ്വർഗീയ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ധകാരത്തിന്റെ ശക്തികളാണ്. അവർക്കൊരു കാര്യം കാണിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് എന്താ കാണിച്ചു കൊടുക്കുന്നത് അറിയാമോ? ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ലോക സൃഷ്ടിക്ക് മുമ്പ് മറഞ്ഞിരുന്ന ജ്ഞാനം, മൾട്ടിഫസൈറ്റഡ് വിസ്ഡം ആരിൽ കൂടെ കാണിച്ചു കൊടുക്കണം? ത്രൂ ദ ചർച്ച്, ത്രൂ ദി
അപ്പൊ ദൈവം നിന്നെ ദൈവസഭയിലെ അംഗമായി വിളിച്ചപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ചുമ്മാ സ്വത്രം പറഞ്ഞുള്ള കാലം മുമ്പ് എഴുതിയിട്ട് കാര്യമില്ല. ദൈവം നിന്നെ ദൈവസഭയിലെ അംഗമാക്കാൻ വിളിച്ചപ്പോൾ ദൈവം ചിന്തിക്കുക, ലോക സൃഷ്ടിക്ക് മുമ്പ് എൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന എൻ്റെ മൾട്ടിഫെസൈറ്റഡ് വിസ്ഡം ഉണ്ടല്ലോ, എൻ്റെ ബഹുവിധ ജ്ഞാനം, അതെനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ആർക്ക് കാണിച്ചു കൊടുക്കണം? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കാണിച്ചു കൊടുക്കണം. ഇവന്മാരെന്നെ വെല്ലുവിളിക്കുക. ആര്? ഒരുത്തം പറയാ, അവൻ എൻ്റെ മണ്ടയ്ക്ക് സിംഹാസനം വെക്കുമെന്നും അവൻ ഉത്തരദിക്കിന്മേൽ വാണരുളുമെന്നും അവൻ എന്നോട് സദൃശനാകുമെന്ന് അവൻ എന്നെ വെല്ലുവിളിക്കുക. അവൻ വിചാരിക്കും എനിക്കെന്തോ അറിയാമെന്നാ. എനിക്കെന്തോ അറിയാം, എൻ്റെ ജ്ഞാനം എന്തോ ഇവനെന്ന് കാണിച്ചു കൊടുക്കണം. ആരിൽ കൂടെ കാണിച്ചു കൊടുക്കണം? എൻ്റെ കുഞ്ഞിൽ കൂടെ കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? ബിനീഷ് ബദറിനെ യുഗങ്ങൾക്ക് മുൻപ് പിതാവായ ദൈവം കാണുമ്പോൾ എന്തിനാ കണ്ടത്? എൻ്റെ ഈ വ്യക്തിയിൽ കൂടെ എൻ്റെ ബഹുവിധമായ ജ്ഞാനം, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവർക്കൊക്കെ എനിക്ക് ഈ കാര്യമൊന്ന് കാണിച്ചു കൊടുക്കണം. അതാ ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇനി ബാക്കിയോട് വായിച്ചോണേ. According to the eternal purpose which he purposed in Christ Jesus our Lord. ഇത് ദൈവത്തിന്റെ നിത്യതയിലെ പദ്ധതിയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിത്യതയിലെ പദ്ധതിയാ, eternal purpose. എന്തുവാ ദൈവത്തിന്റെ നിത്യതയിലെ purpose? ഞാൻ എന്ന വ്യക്തി ദൈവവൈതലായി ദൈവസഭയിൽ വരുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കാണിച്ചു കൊടുക്കണം. എന്തോ കാണിച്ചു കൊടുക്കണം? എൻ്റെ ബഹുമുഖമായ ജ്ഞാനം അവർ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇനി ഇത് എൻ്റെ മനസ്സിലാക്കൽ ആത്മീയ ജീവിതത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെസൺസാണ് ഞാനീ പറയുന്നത്. ഇത് 10ാം ക്ലാസ്സുകാർക്കും 3ാം ക്ലാസ്സുകാരും പഠിപ്പിച്ചാൽ മനസ്സിലാകത്തില്ല. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാഠമല്ല ഇത്. മുമ്പ് പറഞ്ഞാൽ TS Eliot പാഠമാണ്. ആത്മീയ ജീവിതത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെസണാണ്. എന്തോ ഇത്? എന്നിൽ കൂടെ ഞാൻ എന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രകടനമാക്കി മാറ്റണമെന്ന്. ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനത്തിൻ്റെ പ്രദർശനമാക്കി. ആർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കണം? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. മനസ്സിലായില്ലല്ലോ? യെസ്. അതിന് ദൈവം എന്തെന്നറിയാമോ? ഇപ്പൊ എന്നോട് അത്ര പറഞ്ഞാലും എനിക്കിത് മനസ്സിലാകത്തില്ല, എന്നെ കൊണ്ട് ഞാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം ഇതെനിക്ക് കാണിച്ചു തരാൻ ഒരാളെ ഇതുമായിട്ട് പറഞ്ഞയച്ചു. മനസ്സിലായോ? ഇപ്പൊ എങ്ങനെയാ മീൻ വെട്ടുന്നത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ? ഒരാളെ സ്ലൈറ്റും പെൻസിലുമായിട്ടാണ് വരുന്നത്? അല്ല, പിന്നെ അതിനുള്ള പിച്ചാത്തിയും കത്തിയും ഒക്കെ ആയിട്ടാണ് വരുന്നില്ലേ? ആണല്ലോ, അതിനുള്ള ഉപകരണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എന്നിൽ ദൈവത്തിൻ്റെ ജ്ഞാനം എങ്ങനെ പ്രകടമാകാം എന്നുള്ള കാണിച്ചു തരാൻ ഒരാൾ വന്നു. ഇൻസ്ട്രക്ടറുടെ പേരെന്തറിയാമോ? ഇൻസ്ട്രക്ടറുടെ പേര് കർത്താവായ യേശു ക്രിസ്തു. അതാണ് ഇൻസ്ട്രക്ടർ എങ്ങനെ വന്നെന്നറിയാമോ? ലൂക്കോസ് 2-ാം അധ്യായത്തിൽ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, പിന്നെ ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പൊ യേശുക്രിസ്തു എങ്ങനെ നിറഞ്ഞത്? എന്തുകൊണ്ട് നിറഞ്ഞത്? ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രകടമായത് മുഴുവൻ എന്തായിരുന്നു? ദൈവത്തിൻ്റെ ജ്ഞാനമായിരുന്നു. ഏതു മുതൽ? അവൻ്റെ ജനനം മുതൽ ക്രൂശ് മരണം വരെ. ക്രൂശ് മരണത്തിൽ എന്തുവായിരുന്നു ജ്ഞാനം? അത് വേറൊരു ദിവസം പറഞ്ഞുതരാം കേട്ടോ. പക്ഷേ അതിൻ്റെ തെളിവ് ഞാനിപ്പം പറഞ്ഞുതരാം. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയും പറഞ്ഞു, യവനന്മാർ
യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്തരമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ജനനം, വളർച്ച, ജ്ഞാനം കൊണ്ട് നിറഞ്ഞ്, ജ്ഞാനത്തിൽ നിറഞ്ഞ് വളർന്ന് 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 അവസാനം ക്രൂശിൽ വരെ പ്രകടമായത് എന്തുവാ? നിങ്ങൾക്കെല്ലാം ഉറക്കം വരുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? യു ആർ നോട്ട് റെഡി ടു ഏബിൾ ടു ഫോളോ. മനസ്സിലായില്ല? യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനത്തിന്റെ പ്രദർശനമായിരുന്നു. ഫുൾ ഓഫ് ദ വിസ്ഡം ഓഫ് ഗോഡ് ആയിരുന്നു. ഫുൾ ഓഫ് ദി വിസ്ഡം ഓഫ് ഗോഡ് ആയിരുന്നല്ലോ. ആയിരുന്നു ഫുൾ ഓഫ് ദ വിസ്ഡം ഓഫ് ഗോഡ്. അപ്പൊ യേശു ക്രിസ്തുവിനെ കണ്ട്, ആ ഇൻസ്ട്രക്ടറെ കണ്ട് നമ്മളും അതുപോലെ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയായി തീരും? നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയും. ഓക്കെ, അപ്പൊ ലോകത്തിന്റെ ജ്ഞാനം എന്തുവാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ലോകത്തിന്റെ ജ്ഞാനം യാക്കോബ് ലേഖനം എന്താ പറഞ്ഞത്? ബിറ്റർ എൻവി ആൻഡ് സെൽഫിഷ് ആംബിഷൻ അല്ലേ? ബിറ്റർ എൻവിയും സെൽഫിഷ് ആംബിഷനുമാണ് ലോകത്തിന്റെ ജ്ഞാനമെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. സോണി ബ്രദറെ, വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ജീവകാലം മുഴുവൻ 3ാം ക്ലാസ്സിൽ നിന്ന് ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പഠിച്ചിട്ട് അവസാനം ഒരു ദിവസം രാവിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സിലബസ് എടുത്ത് വെച്ച് മോനെ പഠിയിടാന്ന് പറഞ്ഞ് പറ്റുന്ന അവസ്ഥയിലാ ബ്രദർ ഇരിക്കുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എന്തുവാ ദൈവത്തിന്റെ ജ്ഞാനം? എന്തുവാ? യെസ്, കം ഓൺ. നമുക്ക് ആ യാക്കോബൻ ലേഖനം 3-ാം അധ്യായം എടുത്തിട്ട് അതിന്റെ 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് ഓരോ വാക്കും നിർത്തി എന്നെ വായിച്ചു കേൾപ്പിക്കണം. ഇംഗ്ലീഷ് വായിച്ച ട്രാൻസ്ലേഷനില് the wisdom that comes from heaven. 17 യാക്കോബ് 3:17. The wisdom that comes from heaven. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ 7 കാര്യങ്ങൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. ഈ 7 കാര്യങ്ങളാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ. ഒന്നാമത്തെ വായിച്ചത് ഒന്ന്, അത് പ്യുവർ അല്ലെങ്കിൽ മലയാളത്തിൽ എങ്ങനെയാണ്? അത് നിർമ്മലമാണ്. 2, പീസ് ലവിങ് അല്ലെങ്കിൽ സമാധാനം സ്നേഹിക്കുന്നതാണ്. 3, കൺസിഡറേറ്റ്, മലയാളത്തിൽ എങ്ങനെ? അത് ശാന്തതയാണ് ഇഷ്ടപ്പെടുന്നത്. 4, സബ്മിസീവ് എന്ന് പറഞ്ഞാൽ അനുസരണം അല്ലെങ്കിൽ വിധേയപ്പെടുക, കീഴ്പ്പെടുക. 5, ഫുൾ ഓഫ് മേഴ്സി ആൻഡ് ഗുഡ് ഫ്രൂട്ട്, കരുണയും സൽഫലം നിറഞ്ഞതും. 6, ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ പക്ഷപാതമില്ലാത്തത്. 7, അൻസിൻസിയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഇല്ല, കപടഭക്തിയില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഈ 7 നമ്മുടെ ഭർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. ഈ 7 എന്തായിരുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ 7 കാര്യം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി. 7 കാര്യം നിങ്ങളുടെ അകത്ത് ഉണ്ടാകണം, നിർബന്ധമായിട്ടും. ഉണ്ടായെങ്കിലേ നിങ്ങൾക്ക് എന്തോ ഉള്ളൂ? ക്രിസ്തുവിന്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പം എന്തോ? ഒരു കുഴപ്പമില്ല, സ്വർഗത്തിൽ പോകത്തില്ലെന്നേ ഉള്ളൂ. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിനില്ലാത്ത സ്വർഗത്തിൽ പോകും. ചിലരെ പിരിപ്പുണ്ടെങ്കിൽ പോകും തോന്നും. ക്രിസ്തുവിനില്ലാത്തവൻ ശ്രദ്ധിച്ചിരുന്നേ. അപ്പം ഉയരത്തിലുള്ള ആത്മാവ്, ക്രിസ്തുവിൽ വ്യാപരിച്ച ജ്ഞാനം, അതിൻ്റെ 7 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം കേട്ടോ. ഒന്നാമത്തെ എന്തെന്നറിയാമോ? ഒന്നാമത്തെ പ്യുവർ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാണ്.
വിശുദ്ധമായ. രണ്ടാമത്തേത് പീസ് ലവിങ്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തേത് ശാന്തതയാ. നാലാമത്തേത് സബ്മിസീവ്, കീഴടങ്ങുക. അഞ്ചാമത്തേത് മേഴ്സി ആൻഡ് ഗുഡ് ഫ്രൂട്ടാണ്, കരുണയും സൽഫലവും നിറഞ്ഞത്. ആറാമത്തേത് പക്ഷപാതമില്ല, പാർഷ്യാലിറ്റി ഇല്ല. ഏഴാമത്തേത് അത് സിൻസിയറാ. അതിനകത്ത് ഒരു കപടും ഒരു ഹിപ്രോക്രസി അതിനകത്തില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് ഇൻട്രഡക്ഷൻ പറഞ്ഞു സ്വർഗത്തിൽ പോകുന്നത് പറയാൻ ഒക്കത്തില്ല. ഇവിടെ തുടങ്ങുന്ന സ്വർഗത്തിൽ തുടരത്തേ ഉള്ളൂ. വാട്ട് എവർ യു സ്റ്റാർട്ട് ഓൺ ദിസ് എർത്ത്, ഓൺ ഹെവൻ യു വിൽ ബി കണ്ടിന്യൂയിങ് ഇറ്റ് ആണല്ലോ. ശരി, എന്നാൽ നമുക്ക് എനിക്കറിയാൻ സമയം പോകുന്നത്. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം, ഈ ഭാഗം നിങ്ങൾ മാറ്റരുതേ, ഇത് മാറ്റരുത്. 1 കൊരിന്ത്യർ ലേഖനം 1 Corinthians chapter 15 എടുത്തേ. 1 Corinthians chapter 15. First Corinthians 15 എടുത്തിട്ട് വേഴ്സസ് നമ്പർ 49 എടുക്കണേ. 49ാമത്തെ വാക്യം. 1 Corinthians 15:49 എന്ന് വായിച്ചേ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. നമ്മളെല്ലാം ആദാമിന്റെ കുടുംബക്കാരാണ് അല്ലേ? ആദാമിന്റെ കുടുംബക്കാരൻ. ആദാം കുടുംബക്കാരന്റെ ബുദ്ധി, അവന്റെ വിഷ്ണു ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. ആദാമിന്റെ കുടുംബക്കാരുടെ ബുദ്ധി എന്താന്ന് പറഞ്ഞേ. നിങ്ങളെ ഉറങ്ങിപ്പോയോ? സോണി ബ്രദറെ, ആദാമിന്റെ കുടുംബത്തിലാണല്ലോ ജനിച്ചത് ആണല്ലോ. ആ കുടുംബക്കാരുടെ ബുദ്ധി എന്തുവാ? മറന്നുപോയോ? ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? യാക്കോബിന്റെ നമ്മൾ വായിച്ചത് ഒന്ന് പറഞ്ഞേ. ബിറ്റർ എൻവിയും ഈർഷ്യയും ശാഠ്യവും. മലയാളത്തിൽ ഒന്ന് വ്യക്തമൊക്കെ പറഞ്ഞു. നിങ്ങളിങ്ങനെ കയ്പുള്ള ഈർഷ്യയും. ഇതാരുടെ ബുദ്ധിയാ? ആദാമിന്റെ കുടുംബക്കാരുടെ ബുദ്ധിയാണ്. അതല്ലോ. അവിടെ ആ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് നമ്മളെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ കുടുംബത്തിലാക്കി. അതിനെ എന്തോ പറയുന്നത്? വീണ്ടും ജനിച്ചെന്ന് പറയുന്നത്. അപ്പൊ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ അവന്റെ സ്വഭാവം ധരിച്ചിരിക്കുക. മണ്ണുകൊണ്ടുള്ളവന്റെ സ്വഭാവം ധരിച്ചിരിക്കുന്ന ഞാൻ അർത്ഥം എന്താ? എന്തോ അതിന്റെ അർത്ഥം? മണ്ണുകൊണ്ടുള്ള സ്വഭാവം ധരിച്ചിരിക്കുന്ന അർത്ഥം എന്താ? കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും. അതെവിടെ നിന്ന് കിട്ടിയതാ? അതല്ലോ ഈ പിറങ്ങണി, അതിന്റെ കയ്യിൽ മുഴുവനും ശാഠ്യമാണ്. അതല്ലോ എന്തോ കയ്പാന്ന് ബിറ്ററാകുകയാണ്. ആ ബെർണീസ് എന്തെങ്കിലും അവിടെ സാധനം തൊട്ട് നോക്കി. ഇതിനെ ആരെങ്കിലും പഠിപ്പിച്ചാണോ? ഇടി നിന്റെ ചോക്ലേറ്റ് ബെർണീസ് എടുക്കുകയാണെങ്കിൽ കൊട്ടറങ്ങി വഴക്കുണ്ടാക്കണം എന്ന് ഇതിനെ പഠിപ്പിച്ചാണ്. നിങ്ങളങ്ങനെ പഠിപ്പിച്ചാണ്. പിന്നെ എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോൾ ആദാമിന്റെ വർഗത്തിന്റെ ഗുണം ഒന്ന്, റെഡി ടു ഫൈറ്റ്. ഏതിനും ഫൈറ്റ് റെഡിയാ. റെഡി ടു ഫൈറ്റ്. അടുത്തതെന്നറിയോ? ഈർഷ്യം. ഏതിനും ശാഠ്യം. എന്തിനും എനിക്ക്. ഇത് ആരുടെ കുടുംബ ഗുണമാ? ആ കുടുംബത്തിൽ ജനിച്ച നിന്നെ അവിടുന്ന് വെട്ടിയെടുത്ത് വേറെ ഒലിവുതയെ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അതിനാ ബോൺ അഗൈൻ എന്ന് പറഞ്ഞിട്ടോ. ഇനി നീ ആരുടെ പ്രതിമ ധരിക്കണം? മണ്ണുകൊണ്ടുള്ള പ്രതിമയായിരുന്നു ഇത്ര നാൾ ധരിച്ചത്. ഇനി ആരുടെ പ്രതിമ ധരിക്കണം? സ്വർഗീയന്റെ പ്രതിമ ധരിക്കണം കേട്ടോ. സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്ന കഴിഞ്ഞാൽ ഇനിയും പറഞ്ഞ 7 കാര്യങ്ങൾ ഉണ്ടാകണമെന്ന്. 7 കാര്യം. ഏതൊക്കെ 7 കാര്യങ്ങൾ? ശ്രദ്ധിച്ചു വായിച്ചോ. അങ്ങനെ ഇടയ്ക്കൊന്ന് പറയാം, ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ എന്താണെന്നറിയാമോ? നിർമ്മലമായൊരു ഹൃദയത്തിൽ സൃഷ്ടിച്ച സ്ഥിരമായൊരു ആത്മാവിനെ പുതുക്കണം കേട്ടോ.
33 വർഷം സ്വർഗീയൻ ഈ ഭൂമി ജീവിച്ചു. ആരായിട്ട്? മനുഷ്യനായിട്ട്. ഇബ്രാഹിം ലേഖനം മുഴുവൻ മനുഷ്യൻ എന്നാണ് താരം. 33.5 വർഷം കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താറുണ്ട്? നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ അർത്ഥം പാപം ചെയ്യാൻ ഒരവസരമില്ലായിരുന്നു കർത്താവിന് പാപം ചെയ്യാൻ ഒരവസരമില്ല. അതുകൊണ്ടായിരുന്നു പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി. മലയാളത്തിൽ ശരിയല്ല, ഇംഗ്ലീഷിൽ yet without sin എന്നാണ്. He was tempted in all things equal to us, yet without sin. എൻ്റെ അല്പം ശുദ്ധിയില്ലാത്ത മലയാളത്തിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ നല്ല കാലത്ത് ഗലീലയിലൂടെ കാലു പറഞ്ഞ് നടന്ന സകല പിള്ളേരും യേശുക്രിസ്തുവിനെ മോഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആരുടെയും മോഹവലയത്തിൽ കർത്താവ് വീണില്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ 33 വയസ്സ് കഴിഞ്ഞപ്പം ഒരു proven record. എന്തുവാ പറഞ്ഞത്? നിങ്ങൾ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയും. കേട്ടല്ലോ? ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന, കർത്താവേ, പാവമൊന്നുമില്ലാത്ത ലോകത്തിൽ എന്നെ കൊണ്ടാക്കണമെന്നല്ല. പിന്നെന്തുവാ? പാവം മുഴുവൻ നിറഞ്ഞ ലോകത്ത് പ്യുവറായി ജീവിക്കുവാൻ നിന്റെ ജ്ഞാനം എനിക്ക് തരണം. എന്ത് തരണം? നിന്റെ ജ്ഞാനം എനിക്ക് തരണം. രണ്ടാമത്തേത് എന്തോ? സമാധാനം. എന്താണ് സമാധാനം? ഞാൻ ഓടിച്ച് പറയാം, നിങ്ങളെല്ലാം ഉറങ്ങാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഇത്ര ഹാർഡായ പ്രസംഗം നിങ്ങൾ കേട്ടില്ല. ഞാൻ പ്രസംഗിച്ചിട്ടില്ല ഇത്ര ഹാർഡായിട്ട്. അതിനനുസരിച്ചിട്ട് വരണ്ടാരും ഓർക്കായിരുന്നില്ലയോ? അബദ്ധം പറ്റിയും പോയി. എന്തുവാ സമാധാനം? പീസബിളിനർത്ഥം ഞാൻ പറയാൻ പോകും കേട്ടോ. 2 പേരും കൂടെ ഫൈറ്റ് ചെയ്തതാണ്. ഒരാൾ ഫൈറ്റ് ചെയ്യുന്നില്ല. ഇവരോട് അവിടെ സംഭവിക്കുന്ന ബാക്കി എന്തുവാ? സമാധാനമെന്ന്. അപ്പൊ പീസബിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്തെന്നറിയാമോ? നോട്ട് റെഡി ടു. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല. നീ എൻ്റെ കോട്ട് എടുത്തോ, ഉടുപ്പൂടെ എടുത്തോ. നീ എൻ്റെ കോട്ടാണ് പിടിച്ചേക്ക്, ഞാനെന്താ തരാൻ പോകുന്നത്? ഉടുപ്പും കൂടെ എടുത്തോ. ഫൈറ്റ് ഉണ്ടോ? ഫൈറ്റില്ല. മനസ്സിലായോ? എൻ്റെ പൊസിഷന് വേണ്ടി നീ ഒന്ന് നോക്കണം. അപ്പോഴേ ഞാൻ ഇലക്ഷനിൽ നിന്ന് പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടിയുള്ള മാസ്റ്റർമാരെ മുഴുവൻ സംഘടിപ്പിച്ച് അവർക്കെല്ലാം ആവശ്യമില്ലാത്ത കാശ് കൊടുത്താൽ പറയുന്നതെല്ലാം കേട്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കും. ആർ യു ഫോളോയിങ് മീ? കേട്ടോണേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് പറയുക, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ എൻ്റെ പടയാളികൾ എനിക്ക് വേണ്ടി പൊരുതുമായിരുന്നു. പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല. ശ്രദ്ധിച്ചോണം. പീസബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാൻ പോവാ. Every person who fights for his right on this earth, he says that he belongs to this world. He lives according to the wisdom of this world. That's why he fights. മനസ്സിലായോ? ഫൈറ്റ് ചെയ്യാൻ തയ്യാറായ സകലരും പറയുന്നത് എൻ്റെ വിസ്ഡം എവിടുത്തതാ? ഈ ഭൂമിയിലെ. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. കർത്താവ് പറയുന്നതോ എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം നീ എടുത്തോ. നീ യൂദ എന്നതല്ല പൈസ മുട്ടിക്കാൻ തുടങ്ങിയത്. യൂദ സ്വത്രാശ പാത്രത്തിൽ നിന്ന് പൈസ മുട്ടിക്കാൻ തുടങ്ങി എന്ന് മുതൽ അവൻ കൂടി അന്ന് മുതൽ തുടങ്ങിയതാണ്. കർത്താവിന് അറിയാമായിരുന്നല്ലോ. കടലിൽ കിടക്കുന്ന മീനിൻ്റെ ഭാഗത്ത് കിടക്കുന്ന പൈസ എത്രയെന്നറിയാം. ആ കർത്താവിന് അറിയത്തില്ല ഇവൻ പൊട്ടിച്ച പൈസ എത്ര. എനിക്ക് ഒന്ന് യോഹന്നാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഹന്നാനും അറിയാമായിരുന്നു. യോഹന്നാൻ ഈ കാര്യം എഴുതിയത് അല്ലയോ? യൂദാട് പറഞ്ഞു, മേലാ തൊട്ടു പോയെങ്കിൽ നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. മേലാ തൊട്ടു പോയെങ്കിൽ ഈ പൈസ നിന്റെ തരത്തിലെന്ന് പറഞ്ഞില്ല. എന്താ ഫൈറ്റ് ചെയ്യുന്നത്? മൈ കിങ്ഡം ഡസൻറ്റ് ബിലോങ് ടു ദിസ് വേൾഡ്.
I am not ready to fight for anything. I'm not ready to fight for anything. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴോ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യും? ഞാൻ ഡിവൈൻ വിസ്ഡോ പറയാൻ പോകുന്നത് കേട്ടോ. പീലാത്തോസിനോട് പറഞ്ഞു, പീലാത്തോസ് ചോദിച്ചു, നിന്നെ കാച്ചാൻ എനിക്കറിയാം. ചിരിച്ചിട്ട് പറഞ്ഞു, മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരു അധികാരമില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നെ ചീത്ത പറയുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ. എന്താ പറയുന്നത്? മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ, പിതാവായ ദൈവം സാത്താനെ നോക്കിയിട്ട് സാത്താനോട് പറയും, സാത്താനെ, അവന്റെ സ്വഭാവം കണ്ടോ? അവൻ എന്താ പറഞ്ഞത്? അവനെ പറ്റി ചീത്ത പറഞ്ഞപ്പം, അനാവശ്യം പറഞ്ഞപ്പം, റൂമേഴ്സ് പറഞ്ഞപ്പം, ദുഷിച്ചപ്പം, പരിഹസിച്ചപ്പം അവൻ എന്തോ ചെയ്തു? നിനക്കത് പറയാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് അധികാരമില്ല. മനസ്സിലായി? അതുകൊണ്ട് നീ പറഞ്ഞു, ഞാൻ തടയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ എന്തോ പ്രകടമായത്? യേശുക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ജ്ഞാനമാ പ്രകടമായത്. അതാരുടെ ജ്ഞാനമാ? ദൈവത്തിന്റെ ജ്ഞാനം. എന്നെ എന്തിനാ ദൈവവേദനാക്കിയത്? എന്നെ എന്തിനാ ദൈവവേദനാക്കിയത്? ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ആ തിരുഹൃദയത്തിലെ ജ്ഞാനം ആർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കണം. ആരിൽ കൂടെ മനസ്സിലാക്കി കൊടുക്കണം? എന്നിൽ കൂടെ മനസ്സിലാക്കി കൊടുക്കണം. പിടികിട്ടിയോ? ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരുത്തൻ കാർ ഓടിച്ചുകൊണ്ട് പോയി എൻ്റെ പാൻറ്റെല്ലാം ചെളിവെള്ളം തേച്ചു. 8 തൊറൊറ്റ ചീത്ത വിളി. സംഭവിച്ചില്ല, സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഒറ്റ ചീത്ത വിളി. മനസ്സിലായി? ജ്ഞാനം ഉള്ളവൻ, അഭിഷേകം ഉള്ളവൻ എന്തോ ചെയ്യത്തില്ല? കാണുന്നതിനോട് കേൾക്കുന്നതിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പോൾ അഭിഷേകം ഉണ്ടെങ്കിൽ ഞാൻ ഗോഡ് ബ്ലെസ് യു ബ്രദർ. എന്നിട്ട് അവൻ എന്നെ ഇങ്ങനെ നോക്കി കാറിൽ അരച്ചിരിച്ചു ഞാൻ ഗോഡ് ബ്ലെസ് യു ബ്രദർ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പം പിതാവായ ദൈവം സാത്താനെ നോക്കിയിട്ട് അവനോട് പോയി, കണ്ടോ, എൻ്റെ ആത്മാവിനെ ഞാൻ പകർന്നു കൊടുത്തവൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തത്? അതേത് ജ്ഞാനമാ? അത് എൻ്റെ ജ്ഞാനമാ. നേരെ വിളിച്ച് ഞാൻ തിരിച്ചു ഒറ്റ ചീത്ത വിളി. ഹല്ലേലൂയ. അവൻ എൻ്റെ മണ്ടയ്ക്ക് കാറിൻ്റെ ചെളിവെള്ളം തെളിപ്പിക്കാൻ അവൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? ശ്രദ്ധിച്ചോണം, എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചിട്ടാണ്. ഇല്ലയോ? അനുവദിക്കുമ്പോൾ സ്വർഗീയ പിതാവ് എന്തോ വിചാരിച്ചു? ഞാൻ ആ ടെസ്റ്റിൽ പാസ്സാകും, പിതാവിന് മഹത്വം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ പിതാവിന് മഹത്വം കിട്ടിയോ? കിട്ടിയില്ല. കിട്ടിയോ? കിട്ടിയില്ല. ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം. നിന്റെ ജീവിതത്തിൽ വരുന്ന സകല കഷ്ടതയും ആരനുവദിച്ചിട്ടാ? പിതാവ് അനുവദിച്ചിട്ടാ. ആ കഷ്ടതയോട് നീ എന്തോ പറയണം? എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒരു ഡാഷ് ഇടാൻ പോവാം. നിങ്ങൾ ഫില്ലപ്പ് ചെയ്തോളാം. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, ഫാമിലി പ്രോബ്ലംസ്, എംപ്ലോയ്മെന്റ് ഡിഫിക്കൽട്ടീസ്, ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ്, സിക്നസ്, ചിൽഡ്രൻസ് ഇഷ്യൂസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, എഴുതി 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 ഇട്ടിട്ട് ഹല്ലേലൂയ, നിങ്ങളൊരു കാര്യം പറയണം, എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇത് വന്നത്? ആരനുവദിച്ചിട്ട്? എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചിട്ടാണ് വന്നത്. എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും എൻ്റെ തൊടാനൊക്കത്തില്ല. എന്തിനാ പിതാവ് അനുവദിച്ചത്? എന്തിനാ പിതാവ് അനുവദിച്ചത്? ഒന്നാമത്തെ റീസൺ, ഈ പ്രശ്നത്തിന് പുറത്ത് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ ഞാൻ പ്യുവറായി കാണപ്പെടുന്നതിനാ. നമ്പർ 1. 2, യേശു ക്രിസ്തുവിനെ പോലെ പീസബിൾ ആയിട്ട്, യേശു ക്രിസ്തുവിനെ പോലെ ഐ വിൽ നോട്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ പ്രോബ്ലം. ഇതിനെതിരായിട്ട് ഞാൻ പോരാടത്തില്ല, പൊരുതത്തില്ല. ആരെ പോലെ? യേശു ക്രിസ്തു പോരാടാതിരുന്നത് പോലെ അങ്ങനെ എന്നെ കാണിക്കുന്നതിനാ. 3ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ അതിനകത്ത് എന്തുവാ? കൺസിഡറേറ്റ്. മലയാളത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്?
എന്തുവാ? മലയാളത്തില് ശാന്തതയാണ്. എൻ്റെ അർത്ഥം എന്നറിയാമോ? ശാന്തത എന്ന് പറഞ്ഞാൽ that means I am ready to accommodate, ready to work with ആണ്. ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഇന്നലെ ഞാൻ പറഞ്ഞു, 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്ത് കൊടുത്തു? 7-ാം ദിവസം റെസ്റ്റ് കൊടുത്തു. 7-ാം ദിവസം റെസ്റ്റ് കൊടുത്തു. സാത്താൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാ? ഹറിയം. ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോ? നിങ്ങൾക്ക് പർവ്വത സമാനമായ പ്രശ്നങ്ങൾ വന്നപ്പം നീ ശാന്തമായ ദൈവസന്നിധിയിലിരിക്കുക. നീ എന്തോ ചെയ്തില്ല? നീ പാനിക്കായിട്ട് 500 പേരെ ഫോൺ ചെയ്തില്ലെന്ന്. മനസ്സിലായോ? നീ പാനിക്കായി അവിടെ ഇവിടെ ഓടിയില്ലെന്ന്. യു അണ്ടർസ്റ്റാൻഡ്? അതാരുടെ ക്യാരക്ടറിസ്റ്റിക്സാണ്? ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ്. പിതാവായ ദൈവം സാത്താനോട് പറയുക, ആ പ്രശ്നം അനുവദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് പാനിക്കാതെ എൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. മനസ്സിലായ സിസ്റ്ററെ? അടുത്ത 4ാമത് പറഞ്ഞേ, സബ്മിസീവ്. 4ാമത് പറഞ്ഞാൽ കേട്ടോണേ, ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവമായിരുന്നില്ലേ? കർത്താവിന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നല്ലോ. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് മണ്ടത്തരം പറഞ്ഞാൽ കർത്താവിന് അറിയാം മണ്ടത്തരമാണെന്ന് അറിയാമായിരുന്നില്ലേ? 30 വയസ്സ് വരെ തൻ്റെ ഭൂമിയിലെ മാതാപിതാക്കൾക്ക് അവരോട് വഴക്കുണ്ടാക്കി, അത് ശരിയല്ല, ഇത് ശരിയല്ല, ആ ഉപ്പല്ല ചേർക്കേണ്ടത്, മറ്റേ മുളകല്ല ചേർക്കേണ്ടത്, ഇങ്ങനെയുള്ള ചേർക്കേണ്ടത്, അങ്ങനെയല്ല കുളിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കി അവരുടെ സ്വസ്ഥത മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്നില്ലയോ? ഇങ്ങനെയാണ് ദിവസത്തിൽ വായിക്കുന്നത്. പിന്നെ എങ്ങനെ? സബ്മിസീവ് ആയിരുന്നു. ശ്രദ്ധിച്ചോളൂ, നമ്മൾ കാണുന്നൊരു കാര്യം, നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഒരു കാര്യം ചെയ്ത് തെറ്റാണെന്ന് നമ്മൾ കണ്ടു. സ്റ്റോപ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് അന്നും ചാകുന്ന കാര്യമായിരിക്കണം. കുഞ്ഞ് റോഡിലോട്ട് ചാടാൻ പോകും, കാർ അതിൽ വരും, ഓടിച്ചെന്ന് കൊച്ചിനെ പിടിക്കണം അല്ലേ? സ്റ്റോപ്പ് എന്ന് പറയണം, അല്ലേ ചത്തുപോകും. അന്നല്ലോ ഒരു പാട്ടിൻ്റെ ട്യൂൺ തെറ്റിച്ചു, അല്ലെ ഇന്ന് പാടിയ പാട്ട് അത്ര ഒത്തിരി എന്നൊരു ചാടി എഴുന്നേക്കാണെന്ന് പറഞ്ഞത് അല്ല. മനസ്സിലാക്കുക. ആ ബ്രദറുമായിട്ട് നമുക്ക് ശാന്തമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ അത് പറയുക. അപ്പോഴും എന്ത് ചെയ്യുക? അയാളുടെ ശുശ്രൂഷയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. മനസ്സിലായ പറഞ്ഞത്? ലോകത്തിൽ ദൈവം നമ്മുടെ മേൽ വെക്കുന്ന എല്ലാ ഹാർഡ്ഷിപ്പും എന്തിനുള്ളതാണ്? അതിനകത്തൊരു പാഠം പഠിക്കാനുള്ളതിനാണ്. മനസ്സിലായോ? എന്തിനാണ് പാഠം പഠിക്കുക? ആ പാഠം പഠിക്കുന്നത് വരെ നീ കീഴ്പ്പെട്ടിരുന്നാൽ ദൈവം തക്ക സമയം നിന്നെ ഉയർത്തുമെന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞേ, നിനക്ക് എതിരായി നിൽക്കുന്ന സകല കാര്യവും ദൈവം നിന്റെ മേൽ അനുവദിച്ച ബലമുള്ള കരമാണ്. ഹല്ലേലൂയ. ആ ബലമുള്ള കരത്തിനകത്തും നിനക്കൊരു കാര്യം പഠിക്കാറുണ്ട്. എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിലെ എൻ്റെ ഏറ്റവും ഞാൻ പഠിച്ച പാഠം, ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ കയറിയപ്പം കോട്ടയംകാരനൊരു ബാലകൃഷ്ണൻ നായരുണ്ടായിരുന്നു, രണ്ടാമത്തെ പറഞ്ഞത്. ഇയാൾ ഏറ്റവും ഡിഫിക്കൽട്ടായ സബ്ജക്ട്സ് മുഴുവൻ എന്നെ കൊണ്ട് കിട്ടുമോ? ഇങ്ങനെ എന്നോട് പറയാം, യു ആർ ഓൺലി 24, I was only 24. At this age, if you are a task master, you will be a master in the subject. 24ാമത്തെ വയസ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ ഈ സബ്ജക്റ്റിൽ നീ ഏറ്റവും വലിയ മാസ്റ്ററാകും. മനസ്സിലായോ? നിന്നെ കണ്ടാലൊക്കെ ചീത്ത വിളിക്കുന്നതിന് നെയ്ബർ ഉണ്ടല്ലോ. ഇതിന് ആ നെയ്ബറിനെ ദൈവം നിനക്ക് തന്നത് നിന്നെ പേഷ്യൻസ് പഠിപ്പിക്കാൻ. മനസ്സിലായോ? ഒറ്റ മിനിറ്റ് ലേറ്റായി ചീത്ത വിളിക്കുന്ന എംപ്ലോയറെ എന്തിനാ ദൈവം നിനക്ക് തന്നത്? നിന്റെ ജീവിതത്തിൽ പഞ്ച്വാലിറ്റി പഠിപ്പിക്കാനാ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ദൈവം എന്തിനാ നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നത്? ഫൈനാൻഷ്യലി വൈസ് ആക്കാനാ. മനസ്സിലായോ? 100 പൗണ്ട് കൊണ്ട് ഒരാഴ്ച ഒരുത്തിന് ജീവിക്കാൻ കഴിയാത്തത് 50 പൗണ്ട് കൊണ്ട് ജീവിക്കാനുള്ള വിസ്ഡം നിനക്ക് തരാനാ. എനിക്ക് 50 പൗണ്ടുള്ളൂ. എടാ, 5 താലന്ത് കിട്ടിയവന് വ്യാപാരം ചെയ്യാൻ എളുപ്പമാണ്. 1 താലന്ത് കിട്ടിയവനോ 1 താലന്ത് കൊണ്ട് ഏറെ ജ്ഞാനത്തോടെ വ്യാപാരം ചെയ്യാൻ അവന് കൊടുത്തത്. അവനെന്താ പറഞ്ഞു? എനിക്ക് ഒന്നേ ഉള്ളൂ, കുഴിച്ചിട്ട് ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു.
നമ്മളെങ്ങനെ പലപ്പോഴും നമ്മളുടെ എല്ലാ ഡിഫിക്കൽട്ടീസിനും നമ്മൾ ഗ്രംബിൾ ചെയ്യും, പരാതി പറയും. ദൈവം എന്തിനാ തന്നത്? തക്ക സമയത്ത് നിന്നെ ഉയർത്താൻ, തക്ക സമയത്ത് നിന്നെ ഉയർത്താൻ നിന്റെ മണ്ടയ്ക്ക് വെച്ച ബലമുള്ള കരമാണത്. അത് മനസ്സിലാക്കി നീ അങ്ങ് താണിരുന്നോളാം. അല്ലല്ലോ. ഇപ്പൊ 4 ഞാൻ പറഞ്ഞില്ലയോ? 5 പറഞ്ഞ് മേഴ്സി ആൻഡ് ഗുഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മേഴ്സി ആൻഡ് കേട്ടോ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ കഴിയുന്നില്ലയോ കേട്ടോ, അവരോട് എപ്പോഴും നമുക്ക് അനുകമ്പ ഉണ്ടായിരിക്കണം. ഞാൻ മീൻകറി വെക്കുമ്പോൾ അവൾ മീൻകറി വെക്കുന്നില്ല, എനിക്ക് അവളെ മീൻകറി വേണ്ട, ഞങ്ങളുടെ മീൻകറി ഉണ്ടാകുന്നത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? എനിക്ക് കഴിയാത്ത കാര്യം, എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ കഴിയത്തില്ലയോ അവരോടെല്ലാം നമുക്ക് എന്തുണ്ടാകണം? അനുകമ്പ ഉണ്ടാകണം. അവരിൽ നമ്മുടെ അനുകമ്പ പ്രകടമാകുന്നതിനാണ് എന്ത് പറയുന്നത്? മേഴ്സി ആൻഡ് ഗുഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മേഴ്സി ആൻഡ് ഗുഡ് ഫ്രൂട്ട്, മേഴ്സി ആൻഡ് ഗുഡ് ഫ്രൂട്ട്. ഓക്കെ, ഇപ്പൊ 5 പറഞ്ഞില്ലയോ? ഇനി 6 ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ കേട്ടോ, ഒരു കാര്യം ഫേവറിറ്റിസം അനുസരിച്ച് ചെയ്യരുത്. ഒരു കാര്യം എങ്ങനെ ചെയ്യരുത്? നീതി ന്യായം വിട്ട്. അത് ഞങ്ങളുടെ അനിയൻ്റെ, ഉപ്പാപ്പൻ്റെ, കൊച്ചപ്പൻ്റെ, മാവിയുടെ, നാത്തൂൻ്റെ, അനന്ത് ഇന്നാരായതുകൊണ്ടാണ്. അല്ലെ അവൻ ഞങ്ങളുടെ പാർട്ടിക്കാരനായതുകൊണ്ട്. അവൻ ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യും. അവൻ എൻ്റെ ഡിസ്ട്രിക്റ്റിലെ ആളാണ്, എൻ്റെ ആളാണെന്ന് പറഞ്ഞ് ഒരു പക്ഷപാതവും ലോകത്തിൽ ഒരു മനുഷ്യനോടും ചെയ്യരുത്. ഒരു ഫേവറിറ്റിസവും ചെയ്യരുത്. ഇനി 7-ാമത്തേതോ, ഞാനിന്ന് ബിനീഷ് ബ്രദറിനൊരു കാര്യം പറഞ്ഞു. ബിനീഷ് ബ്രദർ ആ വർഷിപ്പ് ലീഡ് ചെയ്ത് പാട്ട് പാടിയപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ആര് കേട്ടു? പരിശുദ്ധാത്മാവ്. പക്ഷേ ഇന്ന് നാം കാണുമ്പോൾ അങ്ങ് വെളുക്കച്ചിരിക്കും. 70 എന്ന് പറഞ്ഞിരുന്നത് പല്ല്, കാണപ്പല്ല് കൊണ്ട് ആര് കാണുന്നുണ്ട്? സ്വർഗത്തിൽ സാത്താൻ കാണുന്നുണ്ട്. സാത്താൻ പിതാവിനോട് ചോദിക്കുക, ഇതേത് കൃഷ്ണമാണ്? ഇതേത്? നിങ്ങളുടെ വാക്കുകൾ ഇല്ല ഇല്ലെന്ന് ഉവെന്നും മിനിസ് ബ്രദറെ എൻജോയ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ യെസ്, ആ പറഞ്ഞ് യെസാ. മിനിസ് ബ്രദർ ഐ എം നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ നോ എന്ന് പറഞ്ഞാൽ നോ. ഇതിലുപരി ആരിൽ നിന്ന് വരുന്നു? ദുഷ്ടനിൽ നിന്ന് വരുന്നു. മനസ്സിലായോ? ഈ 7 കാര്യങ്ങളാണ് ഏത്? വിസ്ഡം ഫ്രം അബവ്. വിസ്ഡം ഫ്രം അബവ്. ഇനി ഞാൻ നിങ്ങൾ ഒരു കാര്യം കൂടെ കാണിച്ചത്. നിങ്ങൾ വളരെ ടയർഡാണെന്ന് എനിക്കറിയാം. ഈ വീഡിയോ യൂട്യൂബിൽ വരണമെന്നുള്ള എൻ്റെ ആഗ്രഹം. അത് വരാനിടയായി ഞാൻ നിങ്ങളോട് വിളിച്ച് പറയാം. 2 പാർട്ടായിട്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും 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 കാണണം. 100 പ്രാവശ്യം കണ്ടാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായപ്പോത്തുള്ളൂ. ഇനി ആത്മാവിൽ ദരിദ്രനായവരല്ലേ, അവരല്ലേ നമുക്ക് കാണുന്നില്ല. ഞാനൊരു ഭിക്ഷക്കാരനെ വ്യവസ്ഥ കാണിച്ചു തരാം. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ്റെ ഏറ്റവും വലിയ ദരിദ്രൻ ഏതാണ്? പിച്ചക്കാരനാണല്ലേ. അപ്പം ആദ്യം പറഞ്ഞ് എവിടെ നിൽക്കും? നമ്മുടെ വാദത്തിൽ നിൽക്കും. ഇന്നലെ ഇല്ലൂടെ 5 രൂപ വന്ന് തീർന്നു സാറ്, ഇന്ന് രാവിലെ എനിക്ക് 5 രൂപ, നാളെ രാവിലെ ഈ പിച്ചക്കാരനോട് വരുമല്ലോ. ഓ ഇന്നലെ അവിടെ ചെന്നായതുകൊണ്ട് ഇന്ന് പോകണ്ടെന്ന് ചിന്തിക്കുമോ? ഇന്നലെ ആ മുക്കിൽ നിന്ന് തെണ്ടിയതോ, ഇന്ന് അവിടെ ഇരിക്കേണ്ടതാണെന്ന് ചിന്തിക്കുമോ? അവൻ നാളെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരു പിച്ചക്കാരനെ വേദോസത്തിൽ കാണിച്ചു തരാം. അതാകണം നീ, ഞാൻ, എങ്കിൽ നീ ഭാഗ്യവാനാണ്. ആ ഭിക്ഷക്കാരനെ കാണിച്ചു തരാമേ. പ്രോവേർബ്സ് എല്ലാവരും എടുക്കണം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം. എടുത്തോ? 8-ാം അധ്യായം എടുത്തെങ്കിൽ അതിൻ്റെ 34-ാമത്തെ വാക്യം വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, ഇത് ബൈ ഹാർട്ട് ആക്കണം. ഇന്നു മുതൽ എപ്പോൾ ചോദിച്ചാലും, ഉറക്കത്ത് ചോദിച്ചാലും വിളിച്ചു പറയാൻ ബൈ ഹാർട്ട് ആയിക്കോണം മോളെ. പ്രോവേർബ്സ് 8:34. പ്രോവേർബ്സ് 8:34 എടുത്തോ? എന്നെ സിസ്റ്റം ഒന്ന് വായിച്ചേ. അല്ലെ ആരെങ്കിലും വായിച്ചു മലയാളത്തിൽ? ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കേട്ടോണേ.
ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചു. എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചേ. Blessed is the man who listens to me, watching daily at my doors. കേട്ടോണേ. Blessed is the man who listens to me. എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ എന്നെ എന്ന് പറഞ്ഞാൽ ആരെന്ന് പറയുമ്പോൾ ജ്ഞാനമായവളാണ് ആ ചാപ്റ്റർ മുഴുവനും. വിസ്ഡം. കർത്താവ് യേശു ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ ഗോഡ്സ് വിസ്ഡം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ വിസ്ഡം വിളിച്ചു പറയുക, ജ്ഞാനം പറയുക, ഇവനാ ഭാഗ്യവാൻ. അവൻ എന്തോ ചെയ്യുക? ഡെയിലി എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കുക. എന്തോ ചെയ്യുന്നത്? വാച്ചിങ് ഡെയിലി അറ്റ് മൈ ഗേറ്റ്സ്. എല്ലാ ദിവസവും എൻ്റെ ഗേറ്റിൻ്റെ അവിടെ ആവുമ്പോൾ നിൽക്കുക. ആരുടെ ഗേറ്റിൻ്റെ അവിടെ ആരും നിൽക്കുക? വിസ്ഡത്തിന്റെ ഗേറ്റിൻ്റെ അടുത്ത് ഒരുത്തം നിൽക്കുക. വിസ്ഡത്തിന്റെ ഗേറ്റിൻ്റെ അടുത്ത് അവന് വിസ്ഡം വേണമെന്ന്. അവനെന്തോ വേണമെന്ന്? അവന് വിസ്ഡം വേണമെന്ന്. എന്നിട്ടോ വെയിറ്റിംഗ് അറ്റ് ദ പോസ്റ്റ് ഓഫ് മൈ ഡോർസ്. അപ്പം ഈ വിസ്ഡത്തിന്റെ വലിയ വീടാവട്ടോ, ഭയങ്കര വീടാ, ഒത്തിരി ഡോറുണ്ട്. ഏത് ഡോർ പോസ്റ്റിലാണ് വിസ്ഡം വരുന്നതെന്ന് അറിയത്തില്ല. അറിയുമ്പോഴോ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവനാരാ? ഇവനെ പറ്റി വേദോസം എന്താ പറയുന്നത്? ഭാഗ്യവാൻ. ആത്മാവിൽ ദരിദ്രനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ദിവസം എന്നിട്ട് പറയുക, എല്ലാ ദിവസവും, എവറി ഡേ. ഞാൻ നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള അബ്സല്യൂട്ട് പ്രാക്ടിക്കൽ ലെസണായി പറഞ്ഞിരുന്നത്. അബ്സല്യൂട്ട് പ്രാക്ടിക്കൽ ലെസണാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതുവരെ 5 മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷ് 5% കിട്ടിയിട്ടില്ല. എൻ്റെ പേര് പോലും എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അത്ര മിടുക്കനായിരുന്നു. ബാക്കിയൊക്കെ ഒപ്പിക്കാം, ഇംഗ്ലീഷ് അറിയത്തില്ല. ഒരു ഹോപ്പുമില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ ഇംഗ്ലീഷ് പേര് എഴുതാൻ അറിയത്തില്ലെങ്കിൽ സ്ഥിതി എന്നത് അബ്സല്യൂട്ട്ലി ഹോപ്പ്ലെസ്സാണ്. രാത്രി മുറ്റത്ത് പശുവിനെ നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ പന്തലിൽ മണലിൽ മുട്ടുകുത്തിയിരുന്ന ദൈവത്തോട് ഒറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് എക്സാമിനേഷൻ റാന്നി MS ഹൈസ്കൂളിലെ സ്കൂൾ ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെ. മൈ ടീച്ചേഴ്സ് വർ ഷോക്ക്ഡ്. അതെവിടെ വരെ എത്തിച്ചെന്നുള്ള ബാക്കി കഥ നിങ്ങൾക്കറിയാം. ഇംഗ്ലണ്ടിൽ വന്ന് ഇംഗ്ലണ്ടിലെ പിള്ളേരെ, ഇവിടെ ജനിച്ചു ഇവിടുത്തെ പിള്ളേർ, സായിപ്പിൻ്റെ പിള്ളേരെ നിരത്തിയിരുത്തി ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ നല്ല ഭംഗിയായിട്ട് പഠിപ്പിച്ചാണ് വർഷങ്ങൾ. ഒറ്റ പ്രാർത്ഥനയാണ്. ഏതാ പ്രാർത്ഥന? വിസ്ഡം. പക്ഷെ എൻ്റെ മണ്ടത്തിലുണ്ടെന്നറിയാമോ? അതേ പ്രാർത്ഥന എല്ലാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം. ബാക്കി ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. Blessed is the man who daily listens to me. Hallelujah. സ്വർഗത്തിൽ പാലകൾക്ക് വേണ്ടി പറയുമ്പോൾ എല്ലാ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ? കർത്താവേ, എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു, അവരെ അങ്ങയുടെ വഴി വളർത്താനുള്ള ജ്ഞാനം എനിക്ക് തരണം. കർത്താവേ, എനിക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി വന്നു, അത് സോൾവ് ചെയ്യാൻ ഉള്ള ജ്ഞാനം എനിക്ക് തരണം. കർത്താവേ, എന്നെ അംഗീകരിക്കാത്ത റിലേഷൻസാണ് എനിക്ക് തന്നിരിക്കുന്നത്, സോൾവ് ചെയ്യാൻ ഉള്ള ജ്ഞാനം എനിക്ക് തരണം. എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഇമിഗ്രേഷൻ വിഷയത്തെ മണ്ടയ്ക്കുണ്ട്, അത് സോൾവ് ചെയ്യാൻ അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണം. കർത്താവേ, എൻ്റെ എംപ്ലോയർ എനിക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ്, അത് പരിഹരിക്കാൻ ഉള്ള ജ്ഞാനം എനിക്ക് തരണം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നോക്കുക, എവിടാ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നത്? ഡെയിലി വാച്ചിങ് അറ്റ് മൈ ഗേറ്റ്, വെയിറ്റിംഗ് അറ്റ് മൈ ഡോർസ് പോസ്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്തായാലും അറിയാമോ? നീ ചോദിക്കുന്ന ഓരോ വിഷയത്തിലും നിന്നെ ജ്ഞാനിയാക്കും. എന്നെ ഇംഗ്ലീഷ് ജ്ഞാനിയാക്കിയെന്ന് പറഞ്ഞപോലെ ഓരോ വിഷയത്തിലും ജ്ഞാനിയാക്കും. ഇങ്ങനെ ജ്ഞാനം നിറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നോണം, മിസ്സാക്കരുത്. നിരുന്ന് ഒരു ദിവസം നിന്നെ സ്വർഗത്തിലോട്ട് വിളിക്കും. നിന്നെ സ്വർഗത്തിലോട്ട് വിളിക്കും. സ്വർഗത്തിൽ വിളിക്കും. നീ എന്തോ കൊണ്ടുപോകത്തില്ല, ശരീരം കൊണ്ട് പോകത്തില്ല, ബുദ്ധിമണ്ഡലം കൊണ്ട് പോകത്തില്ല. എന്തുകൊണ്ടേ പോകത്തുള്ളൂ? With a heart full of wisdom. A heart full of wisdom, you go to heaven.
ഹല്ലേലൂയ. ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ ഈ കാര്യം പറഞ്ഞൊരു അപ്പച്ചൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ദൈവമേ, ഞാനുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ, എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ബുദ്ധി ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കർത്താവ്, ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് എനിക്ക് ഭൂമിയിൽ? 2-3 കൊല്ലം കൂടെ കാണത്തുള്ളൂ. അങ്ങ് വരുമ്പം ശരീരം കൊണ്ട് വരത്തില്ല, ബുദ്ധിമണ്ഡലം കൊണ്ടും വരത്തില്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാ ഇഷ്യൂസിലും ഞാൻ പ്രാപിച്ചെടുത്ത ജ്ഞാനമുണ്ടല്ലോ, ഈ ജ്ഞാനം കൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കേണ്ടത്. ഇനി എത്ര നാളുകളുണ്ട് ബാക്കി ജ്ഞാനം പ്രാപിക്കാൻ? പരീക്ഷ എടുക്കുന്നവർ ഞങ്ങൾ അധ്യാപകർ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇതുപോലെ അറിയിപ്പിക്കും. എടാ, പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസങ്ങളുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട്, എത്ര പുസ്തകം പഠിപ്പിച്ച് തീർക്കാറുണ്ട്, എത്ര സിലബസിൽ എന്തുമാത്രം പാർട്ട് തീർക്കാറുണ്ട്, ഇത്ര മനസ്സിലാക്കി. എൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നറിയാമോ? ഞാൻ ഒരു ഹൃദയം പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ചാൽ നീ ദൈവസന്നിധി ചെല്ലും. ആത്മാവ് ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി എനിക്ക് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളിൽ അല്പസമയമായി തിരുസന്നിധി ഇരിക്കുകയാണല്ലോ. അവിടുത്തെ വചനത്തിൽ കൂടെ അടിയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യമായ ദൂതനായും ആലോചനയ്ക്കായും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാത്തക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണം. ഈ ഭൂമിയിലെ ജ്ഞാനമല്ല, ഉയരത്തിലെ ജ്ഞാനം ഞങ്ങളെ ഗ്രഹിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അങ്ങയുടെ ദിവ്യജ്ഞാനം പ്രകടമാക്കുന്നത് അങ്ങ് ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ വെളിവാകുവാൻ പെരുന്നാളിനിടയാക്കണം പ്രാർത്ഥിക്കുന്നു. വചനശീർഷ കേട്ട ജനത്തെ അനുഗ്രഹിക്കണം. കേട്ട വചനം 10, 60, 100 ഫലം കായ്പനിടയാകണം. അടിനെ ബലപ്പെടുത്തിനാണ് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തു നിസ്തുല നാമത്തിൻ്റെ പിതാവായ